Today is the day. എനിക്ക് കൺട്രാക്ഷൻസ് തുടങ്ങി. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. എനിക്ക് കൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രയാജി വിളിച്ചു, അവരെന്നോട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ പെയിൻ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് 1 മിനിറ്റ് അപ്പാർട്ട് 30 സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ബെയറബിൾ പെയിനാണ്. നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം. ഈടപ്പന ഉറങ്ങുക. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഞാൻ റെഡിയായി. എനിക്കിപ്പോഴും കൺട്രാക്ഷൻ ഉണ്ട് 1 മിനിറ്റ് പാട്ട്. ബട്ട് ഞാൻ സഹിക്കും. വേദന എടുക്കുന്നുണ്ട്. ഇത് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അജു പാർക്ക് ചെയ്യാൻ പോയ സമയം കൊണ്ട് ഞാൻ പതുക്കെ നടന്ന് ട്രയാജിലെത്തിയിട്ടുണ്ട്. നടക്കുന്ന വഴിയിലെല്ലാം എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ നിന്നാണ് ട്രയാജിലെത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞ് എല്ലാം ഫാസ്റ്റായിരുന്നു. അവർ ഉടനെ തന്നെ എന്നെ വിളിച്ചു. ബേബി മോണിറ്ററിങ്ങിന് CTG സ്റ്റാർട്ട് ചെയ്തു. PV ചെയ്തപ്പോഴത്തേക്കും 3 സെൻറ്റിമീറ്ററാണ് അവർ ഫസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ അവർക്ക് ബേബിയുടെ ഹെഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നീട് 3 സെൻറ്റിമീറ്ററിൽ നിന്ന് ഹാഫ് അവർ കൊണ്ട് തന്നെ ഞാൻ 5 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ സെയിം ബെഡിൽ എന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു. ലേബർ റൂമിൽ ചെന്നിട്ടുള്ള ഒറ്റ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എനിക്കും അജുവിനും. കാരണം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ. ഞാൻ ചെന്ന ഉടനെ തന്നെ എനിക്ക് എപ്പിഡ്യൂറിൽ വേണമെന്ന് പറഞ്ഞു. ബർത്ത് പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ ഞാനും അജുവും കൂടെ എടുത്ത തീരുമാനമായിരുന്നു എപ്പിഡ്യൂറിൽ ഇപ്രാവശ്യം എടുക്കണമെന്ന്. കാരണം ലാസ്റ്റ് ടൈമിൽ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് നമ്മളെ പറ്റി വേറൊരു പ്ലാനും പദ്ധതി ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അതാണ് എൻ്റെ കാര്യത്തിൽ നടന്നത്. അനസ്തറ്റിസ്റ്റ് വന്ന് എപ്പിഡ്യൂറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ടെക്നീഷ്യനുമായിട്ട് കിറ്റ് പൊട്ടിച്ചപ്പോഴത്തേക്കിനും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ പെയിൻ ഇല്ലാതെ പ്രസവിക്കാമെന്ന് പ്ലാൻ ചെയ്ത ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് ഡെലിവറിനേക്കാളും 2 ഇരട്ടി പെയിൻ സഹിച്ച് പ്രസവിച്ചു. എന്തൊക്കെയാണെങ്കിലും എല്ലാം സേഫ് ആയിട്ട് കഴിഞ്ഞു. ഡെലിവറി പെയിൻ്റെ ക്ഷീണം എല്ലാം കഴിഞ്ഞ് ഇനി റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കിടന്നപ്പോഴത്തേക്കിനും നേഴ്സിന്റെ വക ഇനി പോയി ഷവറൊക്കെ ചെയ്ത് ഫ്രഷ് ആയിക്കോളൂ എന്ന്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ ആയിരുന്നതുകൊണ്ടും അന്നും ഇതേ വാക്ക് തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടും ഇത്തവണ ഞാൻ ഷോക്കായില്ല. പകരം ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ അജുവിൻ്റെ ഹെൽപ്പോടുകൂടി നല്ലൊരു ഷവറൊക്കെ എടുത്ത് കുഞ്ഞിനെ റെഡിയാക്കി നമ്മൾ രണ്ടുപേരും സെറ്റായിട്ട് ഇരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ റൂൾ അനുസരിച്ച് 12 അവേഴ്സിൻ്റെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജ് ആവാം. പക്ഷെ നമ്മുടെ കാര്യത്തിൽ 12 അവേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റ് ഒരു 10:30 ഒക്കെ ആയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് നൈറ്റ് നമ്മളെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ ബാക്കി ചെക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യും. 16 ഡേയ്സ് ഏർലി ആയിട്ടാണ് എൻ്റെ ഡെലിവറി നടന്നത്. അങ്ങനെ നമ്മുടെ ഏർലി ബേർഡിനെയും കൊണ്ട് നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി.